ഈ ക്വസ്റ്റ്യനിൽ നമുക്കുള്ളത് 32 റേസ് ടു 5 പ്ലസ് 2 റേസ് ടു 27 ഈസ് ഡിവിസിബിൾ ബൈ. ഓക്കെ, ഇതിന് ഡിവിസിബിലിറ്റി ഏത് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. സോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പം 32നെ നമുക്ക് 2 റേസ് ടു 5 എന്ന് എഴുതാം. 2 റേസ് ടു 5 ദ ഹോൾ റേസ് ടു 5 എന്ന് വരും. ഓക്കെ, സോ പ്ലസ് 2 റേസ് ടു 27. ഈ 2 റേസ് ടു 5 ദ ഹോൾ റേസ് ടു 5 എന്ന് പറയുമ്പോൾ നമുക്ക് 5 ഇൻറ്റു 5 25 വരും. സോ 2 റേസ് ടു 25 പ്ലസ് 2 റേസ് ടു 27 വരും. ഇതിൽ രണ്ടിലും നമുക്ക് കോമൺ ആയിട്ട് 2 റേസ് ടു 24 പുറത്തെടുക്കാം. രണ്ടിലും കോമൺ ആയിട്ട് 2 റേസ് ടു 24 പുറത്തെടുത്താൽ ഫസ്റ്റ് ടേമിൽ ബാക്കി ഉണ്ടാവുക ഒരു 2 റേസ് ടു 1 മാത്രമാണ് ബാക്കി ഉണ്ടാവുക. സെക്കൻഡ് ടേമിൽ ബാക്കി ഉണ്ടാവുക 2 റേസ് ടു 3 ബാക്കി ഉണ്ടാവും. 2 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 ആണ്. സോ 2 റേസ് ടു 24 ഇൻറ്റു 2 പ്ലസ് 8 ആണ്. സോ 2 റേസ് ടു 24 ഇൻറ്റു 2 പ്ലസ് 8 എന്താ 10. സോ ഇത് ഒബ്വിയസ്ലി ഇത് എന്തുകൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും? 10 കൊണ്ടിട്ട് ഡിവിസിബിൾ ആവും. അപ്പോൾ ഓപ്ഷൻ നമ്പർ സി ഈസ് അവർ കറക്റ്റ് ആൻസർ. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് മെത്തേഡ്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 32നെ അഗെയിൻ 2 റേസ് ടു 5 ദ ഹോൾ റേസ് ടു 5 എന്ന് എഴുതാം പ്ലസ് 2 റേസ് ടു 27. ഓക്കെ, അത്രയും സെയിം തന്നെയാണ്. ഇനി ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പവറിൽ ഏതാണോ വരുന്നത് അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 5 ഡിവൈഡഡ് ബൈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് 1 ക്വോഷ്യൻ്റ് വരും, റിമൈൻഡറും 1 വരും. ഇതേപോലെ 27നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്വോഷ്യൻ്റ് 6 വരും, പിന്നെ റിമൈൻഡർ 24 വരുമ്പോൾ -3 വരും റിമൈൻഡർ. ഇനി ഇവിടെ നമ്മൾ റിമൈൻഡർ തന്നെയാണ് നോക്കേണ്ടത്, ക്വോഷ്യൻ്റ് അല്ല റിമൈൻഡർ ആണ് നോക്കേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യുക, ഈ റിമൈൻഡർ എത്രയാണോ വന്ന് അത് പവറിലിട്ട് കൊടുക്കുക. സോ 2 റേസ് ടു 5 ദ ഹോൾ റേസ് ടു 1 വരും. ഇവിടെ 2 റേസ് ടു 27 3 ആണ്, അപ്പോൾ 2 റേസ് ടു 3 എന്ന് വരും. ഇതിനെ അഗെയിൻ നമുക്കറിയാം 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് വരുന്നത്. സോ അഗെയിൻ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 2 റേസ് ടു 1 തന്നെ ആവും. ഇവിടെ 2 റേസ് ടു 3 എന്നുണ്ട്. ഓക്കെ, ഇത് അഗെയിൻ എന്താ വരുന്നത്, നമുക്ക് 2 പ്ലസ് 8 ഈക്വൽ ടു 10 ആണ്. ഇത് എന്തായാലും എന്തുകൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും? 10 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ അഗെയിൻ 10 ഈസ് അവർ കറക്റ്റ് ആൻസർ.